ഡബ്ല്യു 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 ബിലാൽ ഡബ്ല്യു ബിലാൽ ഓക്കെ. എനിക്ക് ഒരു കാര്യത്തില് ഒരു താങ്ക്സ് പറയാനുണ്ട് എന്റെ എക്സ് ഗാങ്ങിന്റെ അടുത്ത്. എക്സ് ഗാങ്ങില് എല്ലാ മെമ്പേഴ്സും എന്നെ സപ്പോർട്ട് ചെയ്തു. പ്രത്യേകിച്ച് എക്സ് ഗാങ്ങിന്റെ ലീഡർ ആയിട്ടുള്ള അബ്ബിയും പവനായി എല്ലാവരും എല്ലാ മെമ്പേഴ്സും എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ അടുത്തൊക്കെ താങ്ക് യു. ഓക്കെ 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 ഷെയ്ക്കാൻ ഞാൻ എന്താ പറയണ്ടേ സ്റ്റേജിൽ കയറിട്ട്? ഞാൻ എന്താ പറയണ്ടേ? നമുക്ക് പേടിയാന്ന്, അനക്ക് പേടിയാന്ന്. ഞാൻ എന്താ പറയണ്ടേ സ്റ്റേജിൽ കയറിട്ട്? എന്താ ഞാൻ പറയണ്ടത്? ഇതെന്താ ഇത്? ഞാൻ എന്താ പറയണ്ടേ ഇടന്നിട്ട്? ഇല്ലില്ല റേഡിയോ ഞാൻ ഞാൻ എന്താ പറയേണ്ടത്? അനക്ക് പേടിയാന്ന് സ്റ്റേജിൽ കയറുമ്പോ എന്താ പറയണ്ടേ? എന്തൊക്കെ ഒരു ഇത് പറഞ്ഞ, എന്തൊക്കെ ഇംഗ്ലീഷ് സ്പീച്ച് എന്തൊക്കെ പറഞ്ഞ, ഇംഗ്ലീഷ് എന്താ സ്പീച്ച് പറഞ്ഞ, എന്തൊക്കെ ഒരു ഇംഗ്ലീഷ് സ്പീച്ച് പറഞ്ഞ. ഞാൻ എന്താ പറയണ്ടേ? ചാറ്റ് ജിപിടി സ്പീച്ച്, ഗ്രീറ്റ് സ്പീച്ചോ, ഗ്രീറ്റ് സ്പീച്ച്. ഒരു വെൽക്കം ഗസ്റ്റ് സെറ്റ് ശിവൻസ് ടോൺ ഇൻട്രൊഡ്യൂസ് അപ്ലിക്കേഷൻ ടൈപ്പിംഗ്. ഓക്കെ ഓക്കെ ഒരു ഇത് ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്, ഒരു ഇത് ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. എല്ലാരും കേൾക്കുന്നുണ്ടല്ലോ? ഐ ആം ഗേ എന്നോ പുണ്ടച്ചി മോനെ. ഞാൻ എന്താ പറയേണ്ടത് ഇവരോട്? ഞാൻ എന്താ പറയേണ്ടത്? എന്തെങ്കിലും ഒരു ഇത് പറഞ്ഞ പേടിയാന്ന്. ഞാൻ സ്റ്റേജിന്റെ മുകളിൽ ഇത്രയും ആളെന്നെ നോക്കിക്ക. ഞാൻ എന്താ പറയേണ്ടത്? ഡീസന്റ് സോങ് എന്തൊക്കെ പറഞ്ഞ, എന്താ സ്പീച്ച്, എന്താ സ്പീച്ച്, എന്തൊക്കെ ഒരു ഇത് പറ, എന്തൊക്കെ ഒരു സംഭവം പറഞ്ഞ. അതാ മേക്കല്ല എന്തെല്ലോ അടിച്ചുപൊളി ഇതെല്ലാം പറയുന്ന. ഞാൻ എന്താ പറയണ്ടേ? എന്തൊക്കെ പറഞ്ഞ നായിന്റെ അന്റെ പിരാന്തക്കൻ എന്തൊക്കെ പറഞ്ഞ. അണ്ടി അണ്ടി കുഞ്ഞാണ്ടി. എടാ പുണ്ടച്ചി മോനെ എന്താ പറഞ്ഞിരുന്നു? നല്ല എന്തൊക്കെ കാര്യം പറഞ്ഞ. എന്താ പറയുന്നത്? ഷെയ്ക്ക് പറ, ഷെയ്ക്ക് പറഞ്ഞ. ഞാൻ ലാസ്റ്റ് പറയാം. എന്തൊക്കെ പറഞ്ഞ. എല്ലാവർക്കും വെൽക്കം. വെൽക്കം ടു MRC ഫൈറ്റ് ക്ലബ്ബ് സ്പീച്ചോ? എനിക്ക് മെയിനായിട്ട് പറയാനുള്ള ഒരു കാര്യം, നമ്മൾ ഫോം ആയിരുന്നുണ്ടെങ്കിലും പിന്നെ ആരും പോയിട്ട് അനാവശ്യ വള്ളികളിലോ അല്ലെങ്കിൽ സിറ്റുവേഷൻസോ ഒന്നും എടുക്കാൻ പാടില്ല. മെയിനായിട്ട് കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മൾ അണ്ടർ മോണിറ്ററിംഗ് ആണ്. സ്റ്റിൽ നമ്മൾ അണ്ടർ മോണിറ്ററിംഗ് ആണ്. നമ്മൾ ലോയൽറ്റി പോയിന്റ് ഇന്ന് തൊട്ട് നമ്മളത് കൗണ്ട് ചെയ്യും. പെർ 30 മിനിറ്റ്സിൽ 0.5 പോയിന്റ്സ് വെച്ചാണ്ട് നമുക്ക് കിട്ടും. അതെല്ലാവർക്കും അറിയുന്ന സംഭവങ്ങളായിരുന്നു. മാർക്കോ എനിവേ എനിക്ക് ഇതിൽ പറയാനുള്ളത് ഫാസ്റ്റ് ഈസ് ഫാസ്റ്റ് ആണ്. ഇതിൽ പലർക്കും പല ഗ്യാങ്ങിനായിട്ടും പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അതൊന്നും ആരോടും എന്താണ് മലയാളത്തിൽ തള്ളിക്കോ. ഓക്കെ ബാഹുബലി സ്പീച്ച് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഗ്യാങ്ങുകളിലൊക്കെ ഇഷ്യൂ ഉണ്ടായിട്ടുള്ള പ്ലേയേഴ്സ് പറയാം എനിക്കറിയാം. പക്ഷെ ഞാൻ ആരും ഫാസ്റ്റ് ചോദിക്കുന്നില്ല. ഫാസ്റ്റ് എന്താന്നുള്ളത് എനിക്ക് അറിഞ്ഞു വേണ്ട. ഇവിടുന്ന് അങ്ങോട്ട് ഇതിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഞങ്ങൾക്കൊരു ഉറപ്പ് തരണം. ഇതിൽ ആരും അനാവശ്യ വള്ളികളിലോ അനാവശ്യ സിറ്റുവേഷനിലോ ഒന്നും പോയിട്ട് വള്ളി എടുക്കാൻ നിൽക്കരുത്. നമ്മളൊരു റെസ്പെക്ട്ഫുൾ ഗ്യാങ് ആയിട്ട് റെസ്പെക്ട് തിരിച്ചെല്ലാരും തരുന്ന പോലെ നമ്മൾ നാളെ മുതൽ ഇടിയും വെടിയും പോകുകയല്ല. ഇതിന് മാക്സിമം സംസാരിച്ച് തീർക്കാൻ കഴിയുന്നതെല്ലാം നമ്മൾ സംസാരിച്ച് തീർത്തിട്ട് പോയാൽ മതി. അല്ലാത്ത പ്രശ്നങ്ങൾ മാത്രമേ നമുക്ക് ഈ പറയുന്ന പോലെ വാറോ ഗണ്ണയുമോ അങ്ങനത്തെ രീതിയിൽ എടുത്താൽ മതി. എന്ത് സംഭവം ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ സോൾവ് ചെയ്തിട്ട് പോവാം. പിന്നെ മാക്സിമം ഇതിൽ വേറെ സിറ്റിയിൽ, ഈ സിറ്റി അല്ലാതെ വേറെ സിറ്റിയിൽ കളിക്കുന്നവരുണ്ടാവും. മാക്സിമം അതൊക്കെ ഒഴിവാക്കിയിട്ട് മാക്സിമം എല്ലാവരും ഈ സിറ്റിയിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നോക്കുക. ഇവിടെ മാക്സിമം എൻഗേജ്ഡ് ആവുക. കാരണം നിങ്ങൾക്കറിയാം ഇതൊരു ബ്രാൻഡാണ്. MRC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി എല്ലാവർക്കും അറിയാം അതൊരു ബ്രാൻഡാണ്. നമ്മൾ വരുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ ഒരു പേരോ ആവാതെ നിൽക്കുന്ന ഒരുപാട് ഗ്യാങ്ങുകൾ ഇപ്പോഴും ഉണ്ട്. നമ്മൾ വരുന്നത് തന്നെ വലിയൊരു ഓറിയിലാണ്. അപ്പൊ അതിന്റെ ഈ ഗ്യാങ്ങിന്റെ പേര് നിലനിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലുള്ള 31 മെമ്പേഴ്സ് 32 മെമ്പേഴ്സ് എത്രയാണെന്നുണ്ടെങ്കിലും അതൊക്കെ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. അപ്പൊ നിങ്ങൾ കാരണം ഇതിന്റെ പേര് സ്പോയിൽ ചെയ്യരുത്.
അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഇവിടുന്ന് അങ്ങോട്ട് നല്ലൊരു തുടക്കമായിട്ട് നമുക്ക് എല്ലാവർക്കും. അതായത് ഞാൻ പിന്നെ പറയുന്നത് എന്താ വെച്ചാൽ ഫാസ്റ്റ് ഈസ് ഫാസ്റ്റ് ആണ്. അതാരും മുമ്പത്തെ എന്തെങ്കിലും ഗ്രഡ്ജോ അല്ലെങ്കിൽ എന്തെങ്കിലും വെഞ്ചൻസ് ഒക്കെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞ് പ്രോപ്പറായിട്ട് ഇവിടുന്ന് പുതിയവരെ, നിങ്ങളിപ്പോൾ നമ്മളെ ഫാമിലിയാണ്, മനസ്സിലായോ? മുമ്പത്തെ ഫാമിലി ഏതാന്നുള്ളത് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. ഇത് നമ്മളിപ്പോൾ പുതിയൊരു ഫാമിലിയാണ്. അപ്പം ഇവിടുന്ന് അങ്ങോട്ട് ഒരു പുതിയ തുടക്കമാവട്ടെ. ഗൈസ് ഓൾ ദി ബെസ്റ്റ്. വെൽക്കം ടു MRC. എല്ലാവർക്കും വെൽക്കം. ഓക്കെ കാണുന്നില്ലല്ലോ. അപ്പൊ എല്ലാവർക്കും വെൽക്കം. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും വെൽക്കം. നമുക്ക് അങ്ങനെ സ്റ്റേജിൽ കയറിയിട്ടുള്ള വലിയ പരിചയമില്ല, അതുകൊണ്ട് ഇതുണ്ടാവും കുറച്ച്. അപ്പൊ ഞാൻ പറയാൻ പോകുന്നത് എന്താ, റേഡിയോ ഞാൻ വാങ്ങിയിട്ടില്ല. ഓക്കെ 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 ആ കേക്കാമോ? ഓക്കെ 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 ഓക്കെ. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാല് ഇവിടെ അധികം ആരും വള്ളി പിടിക്കാൻ വേണ്ടി നോക്കരുത് വേറെ ടീമുമായിട്ട്, കാരണം അതിന് ഞാനുണ്ട്. അപ്പം വള്ളി പിടുത്തം പരിപാടികളെല്ലാം മാക്സിമം ഒഴിവാക്കുക. അപ്പൊ നമ്മളിവിടെ ഒരു സീരിയസ് പരിപാടിയിലാണ് ഇത് മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളൊരു ഫാമിലിയാണ്. എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫാമിലിയാണ്. ഇപ്പം നമ്മൾ ഈ കൂടിയിരിക്കുന്ന ടോട്ടൽ എത്ര ആൾക്കാരുണ്ട്? 32. ഈ 32 ആൾക്കാരും നമ്മൾ ഓരോ ഫാമിലി ആയിരിക്കണം, ബ്രദേഴ്സ് ആയിരിക്കണം നമ്മൾ. അല്ലാണ്ട് അപ്പുറത്തും ഇപ്പുറത്തും നമുക്ക് ഒപ്പരം തന്നെ അങ്ങനത്തെ ഒരു ഇതുണ്ടാകാൻ പാടില്ല. ഈഗോ കാര്യങ്ങളും ഉണ്ടാകാൻ വേണ്ടി പറ്റില്ല. അപ്പം എല്ലാവരും എന്തായിരിക്കണം, ഭയങ്കര സീരിയസ് ആയിട്ട് കളിക്കണം. വള്ളി പരിപാടി ഇങ്ങനത്തെ പരിപാടിക്കൊന്നും നിങ്ങൾ നിൽക്കരുത്. പിന്നെ ഇതന്നെ ഉള്ളൂ. എന്തുണ്ടെങ്കിലും നമ്മളോട് ചോദിക്കുക, നമ്മളോട് കൺസൾട്ട് ചെയ്തിട്ട് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുക. പിന്നെ ഞാനൊരു പാട്ട് പാടണോ? ഓക്കെ ഓക്കെ പാടാം. കോമഡി സോങ് വേണോ സീരിയസ് സോങ് വേണോ? ഓക്കെ ഓക്കെ. കോമഡിയാ വേണ്ടത്? ഓക്കെ ഓക്കെ. മണിമുറ്റത്താന വളിയിട്ടു പൊട്ടാസ് പോലെ അത് കണ്ട് മണവാട്ടി മണിച്ചു. ഹലോ, അങ്ങനെ സോങ് എങ്ങനെ? ടോപ്പ് ഓക്കെ ഓക്കെ. താങ്ക് യു. എന്റെ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഏതാ മറ്റേ പാട്ട്? ഏതാ? സീരിയസ് പാട്ട്. ഓക്കെ ഓക്കെ, സീരിയസ് പാട്ട് പാടിത്തരാം. അല്ല സീരിയസ് പാട്ട് ഇല്ല, തിരക്കൊന്നുമില്ല. സീരിയസ് പാട്ട് പാടാം. ഓക്കെ 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 ഓക്കെ. സീരിയസ് പാട്ട് പറഞ്ഞാൽ ശരിക്കും ഓക്കെ ഓക്കെ. ഞാൻ ഏതാ പാടണ്ടേ? സുഗമോ ദേവി. ഇത് നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നല്ലോ അപ്പാപ്പ. മിന്നൽ വള. ഓക്കെ ഓക്കെ, മിന്നൽ വള വേണം. മിന്നൽ വള കയ്യിലിട്ട പെണ്ണായകേ എത്തിത്തൊടാൻ എത്തുകില്ല മാറിവില്ലാണു നീ. മിന്നൽ വള. വിട്ടുപിടി എന്ന് പറയുന്നുണ്ട്. വിട്ടുപിടി വേണം. വേറൊരു പാട്ടുണ്ട്. വിട്ടേ 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 പേടി തട്ടി 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 കൽവ തൊപ്പി കുട്ടി 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 കൂടി കുട്ടിപ്പാടി തട്ടി 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 തട്ടിപ്പാടി കരിച്ചവരെ മരിച്ചവരെ തല ചിരിച്ചവരെ സ്വന്തം മരിച്ചവരെ തലയവിടെ തലച്ചോറവിടെ ചിരിക്കവിടെ ഞാൻ നടക്കട്ടെ വിട്ടേ 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 പേടി. ഓക്കെ ഓക്കെ. എന്താ ഇല്ലുമിനാറ്റിയോ? ഇത് പറയാം. പാട്ട് ഇത്ര മതി. ഇവിടെ മോസ്റ്റ് ഓഫ് ദ ടൈം ഇപ്പൊ ഞാനോ ഇല്ലാത്തൊരു ടൈം ഉണ്ടാവാം മോസ്റ്റ്ലി ചിലപ്പോ. അതെ അങ്ങനെ എമർജൻസി ഇൻ കേസ് ഓഫ് ആൻ എമർജൻസി ഇവിടെ ഞങ്ങൾ ആരും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്യാൻ പറ്റിയ ഒരാൾ അപ്പാപ്പനാണ്. ജസ്റ്റ് ഇൻഫോം ഹിം. എടുക്കുന്നതിന് മുന്നേ ഞങ്ങൾ 3 പേരില്ല എന്നുണ്ടെങ്കിൽ അപ്പാപ്പനായിട്ട് തീരുമാനിക്കാം.